നാട്ടിലത്തെ ഈ തണുപ്പത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല തണുത്ത ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരട്ടെ. സത്യം പറഞ്ഞാലല്ലേ എനിക്ക് ഈ ചൈന ഗ്രാസ് ആയിട്ടൊന്നും വലിയൊരു ബന്ധമൊന്നുമില്ല കേട്ടാ. ഇനി അതും പറഞ്ഞിട്ട് ജലാറ്റിനായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചാനെയൊന്നും ഞാൻ പറയൂല, കാരണം ജലാറ്റിനായിട്ടും എനിക്ക് വലിയ ബന്ധമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും പുഡിങ് ഉണ്ടാക്കാൻ നമ്മൾ തുനിഞ്ഞ് ഇറങ്ങിയേക്കല്ലേ, നമുക്ക് ഉണ്ടാക്കാം വാന്നേ. അതിന് വേണ്ടിയിട്ടേ ഞാൻ ആദ്യം കുറച്ച് ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടാ. എന്നിട്ട് നേരെ ആ വെള്ളത്തെ പാടെ ഒരു പാത്രത്തിലോടെ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ നല്ലോണം അങ്ങോട്ട് മെൽറ്റ് ചെയ്ത് കൊടുത്തിട്ടാ. എന്നിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ച് ഇനി വേറൊരു പാത്രത്തിലോട്ടെ ഞാൻ 2 കപ്പ് പാലങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ അതേക്ക് നമ്മളുടെ മധുരത്തിനുള്ള പഞ്ചസാരയും ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും 1 ടീസ്പൂൺ കോഫി പൗഡറും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടാ. ഇതുണ്ടല്ലേ, ഇതേപോലെ അങ്ങോട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ബട്ടറൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് തീ ഓഫ് ചെയ്തോളൂ കേട്ടോ. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചൈന ഗ്രാസ് ഇല്ലേ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതൊന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഈ ചൈന ഗ്രാസ് പാലിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അങ്ങോട്ട് എത്തട്ടെ. ഇനി ഉണ്ടല്ലോ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്ന പാത്രത്തിലെ ആദ്യം കുറച്ച് നെയ്യ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വേണം നമുക്കിത് അങ്ങോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി നേരെ ഫ്രിഡ്ജിലോട്ട് 2-3 മണിക്കൂർ അങ്ങോട്ട് വെക്കുമ്പോഴേക്കും സംഭവം സെറ്റായി കിട്ടും. പഠിച്ച പണി പറഞ്ഞിട്ട് നോക്കിയിട്ടേ ആ പാത്രത്തിൽ നീ പുഡിങ് പോരണമൊന്നുമില്ല, കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച സംഭവം ഇല്ല, നമ്മളങ്ങനെ വിട്ടു കൊടുക്കും അല്ലേ. എന്താ അവസാനം അതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ തൂക്കിയിട്ട് ഇതേപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത്